ചോദിച്ചു, എന്താ കാര്യം ഇത്ര പെട്ടെന്ന് ഗവൺമെന്റ് എത്രയാണ് നിങ്ങൾക്ക് സമയം നിശ്ചയിച്ചിരിക്കുന്നത്, വിവാഹത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള പ്രായം എത്രയാണ് ചോദിച്ചു. അവർ പറഞ്ഞു 18 20 ആവണം. അത് പണ്ട് കാലത്താണ്, കാലം മാറി. 18 20 മാറി നിങ്ങൾ അറിഞ്ഞില്ലേ? ഇപ്പൊ എത്രയാണ്? 18 20 മാറി, 20 22 കാരണം വൈകാരിക പക്വത ആകുന്നില്ല പിള്ളേർക്ക്. 18 വയസ്സായ പെൺകുട്ടി 20 വയസ്സായാലും ഭാര്യഭർത്താവായിട്ട് ജീവിക്കാൻ മാത്രം വൈകാരിക പക്വത വരാത്തത് കൊണ്ട് ഗവൺമെന്റ് അത് മാറ്റി പറഞ്ഞിട്ട് 20 22 മാറ്റി വെച്ചു. ഇവര് 15 10 ഇവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 18 22 പോയിട്ട് 20 പോയിട്ട് 15 പോയിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം എത്രയാ? 12 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കെട്ടാനുള്ള പെണ്ണിനെ നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞു. ഇതല്ലേ നമ്മുടെ പൊടുതിൽ കിടക്കുന്ന മതില്, പൊടുതിൽ കിടക്കുന്ന ദേവാലയത്തിന്റെ കെട്ടിടത്തിന്റെ ദേവാലയത്തിന്റെ മതിലുകൾ പൊടുതിൽ കിടക്കുന്ന ഇതൊക്കെയല്ലേ? മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞതിന് ഞാനൊന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൊബൈലിൽ കൊടുക്കുന്ന കാര്യത്തിൽ മൊബൈലിൽ ഇവർ കാണുന്നതും ഇവർ പങ്കുവെക്കുന്നതും ഈ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മുഴുവൻ അറിയില്ല. എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ സാധനം എനിക്ക് കേട്ടോ. വാട്സപ്പ് ഉണ്ട് ശരിയാണ്, പക്ഷെ ഇതൊക്കെ മറ്റു കുട്ടികൾ പറഞ്ഞുള്ള അറിവാണ്. ഇതിലൂടെയല്ല ഇവർ ഷെയർ ചെയ്യുന്ന സംഭവം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കുന്ന കാര്യം ഹായ് ബൈ ഗുഡ് മോർണിംഗ് മാത്രമൊന്നുമല്ല. ഇവർ എന്തുകൊണ്ട് പഠിക്കാനും റേഞ്ച് കിട്ടുന്നതിന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഒറ്റപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലും പറമ്പിലും കസേരയൊക്കെ കൊണ്ടുവച്ച് പറമ്പിലും മരത്തിന്റെ മുകളിലൊക്കെ ഇവർ സീറ്റ് സ്ഥാപിക്കുന്നത് എന്തിനാണെന്നറിയാവോ? എന്ന് വിചാരിക്കുന്നത് റേഞ്ച് കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന്. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായേക്കാം. അതോടൊപ്പം ആരും കാണാത്ത ആരും അറിയാത്ത കുറേ ലോകമുണ്ട് അവർക്ക് മാത്രം അറിയാവുന്ന ലോകം. നാശത്തിന്റെ വിത്തുകൾ വിധിക്കപ്പെടുന്ന സമയങ്ങൾ വളരെ അപകടകരമാണ്. നിങ്ങളുടെ കുട്ടികളുടെ ആത്മാവിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, കുട്ടികൾ തന്നെ നഷ്ടപ്പെടാനുള്ള അപകടകരമായിട്ടുള്ള സമയങ്ങളാണ് ഇവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അവരവിടെ കാണുന്നത് ബ്ലൂ ഫിലിമാണ്, അശ്ലീല ചിത്രങ്ങളാണ്. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് നല്ലൊരു സംഭവമുണ്ട്. ഒരു പൂമൊട്ട് വിരിയുന്നതിന് മുൻപ് വിരിയാനാകുന്നതിന് മുൻപ് തന്നെ ആ പൂമൊട്ടിനെ നമ്മൾ കിളി പൊളിച്ചാൽ എങ്ങനെയായിരിക്കും ആ പൂമൊട്ട് വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി? വികൃതമായിരിക്കില്ലേ? ആസായമായിട്ട് വിരിഞ്ഞാൽ ചില വികാരങ്ങളും ചില പ്രണയങ്ങളും ചില ചിന്തകളും ചില ആഗ്രഹങ്ങളും ചില ആസക്തികളും ഒക്കെ വിരിയുന്നതിന് മുമ്പേ വിരിഞ്ഞാൽ വികൃതമാണ് ഫലം. അതുകൊണ്ടാണ് ഇന്നത്തെ കുടുംബജീവിതങ്ങൾ തകരുന്നത്. വ്യക്തിബന്ധങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല കുട്ടികൾക്ക്. എത്ര കുട്ടികൾ വീട്ടിൽ കരഞ്ഞെന്നറിയോ? ഒരു കൂട്ടുകാരനില്ല, ഒരു കൂട്ടുകാരിയില്ല, അമ്മയോട് നിന്നാൻ പേടിയാണ്, അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ചേട്ടന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഒരു ബന്ധം തുടരാൻ പറ്റുന്നില്ല. വൈകൃതമാണ് വ്യക്തിബന്ധങ്ങളിൽ വിരിയുന്നതിന് മുമ്പേ വിരിഞ്ഞു പോകുന്നു. നമ്മൾ വിചാരിക്കും ബന്ധുക്കാരുടെ വീട്ടിലേക്കും ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് കാരണവന്മാർ വീട്ടിൽ നിങ്ങൾ പണിയും മറ്റു കാര്യങ്ങളായിട്ട് നിങ്ങൾ വ്യാപൃതരായിരിക്കും, നിങ്ങൾക്ക് സമയമില്ല. ഈ കസിൻസിന്റെ കൂടെ അവരുടെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നത് നിങ്ങൾ പറഞ്ഞു വെച്ച കുട്ടികളല്ല മാതാപിതാക്കൾ. നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ കൊച്ചുകൾ 12 വയസ്സ് പോട്ടെ ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആംഗ്ലമാരുടെ കൂടെ കിടത്തി ഉറക്കുമായിരുന്നു. നമ്മുടെ കൊച്ചുമാരെ ഉറക്കുമായിരുന്നു? ഇല്ലല്ലോ. ഇന്നോ ഇന്ന് നിങ്ങളുടെ പെൺമക്കള്